എന്തായാലും പനീർശെൽവത്തിന്റെ രാജി പിൻവലിക്കാനുള്ള സാധ്യതകൾ മങ്ങുകയാണ്. നിയമവൃത്തങ്ങളിൽ നിന്നും അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്ന് തന്നെയാണ് ഗവർണർക്ക് ലഭിച്ചിരിക്കുന്ന ഉപദേശം എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങളുമായി ജോർജറ്റ് ചേരുന്നുണ്ട്. ജോർജറ്റ്, ഒരുപക്ഷെ അതിലായിരുന്നു ഏറ്റവും വലിയൊരു പ്രതീക്ഷ പനീർശെൽവത്തിനുണ്ടായിരുന്നത്, രാജി പിൻവലിച്ചാൽ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുമെന്ന്. ഏതായാലും ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം എങ്ങനെയാണ്? സൗമ്യ, 7:30 ശശികല കൂടിക്കാഴ്ച നടത്തുന്നത്. അതിന് മുന്നോടിയായി ജയലളിതയുടെ സ്മൃതി മണ്ഡപത്തിൽ ശശികല പുഷ്പാർച്ചനയും മറ്റും നടത്തുന്ന കാഴ്ചകളാണ് വന്നത്. ഏറ്റവും ഒടുവിൽ തമിഴ്നാട്ടിൽ നിന്ന് ലഭ്യമാകുന്ന വാർത്തകൾ അനുസരിച്ച് പനീർശെൽവത്തിന്റെ രാജി പിൻവലിക്കാൻ നിയമസാധ്യതകൾ ഇല്ല എന്ന തരത്തിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നേരത്തെ ഇക്കാര്യങ്ങൾ സംബന്ധിച്ച് വാർത്തകളും നിരീക്ഷണങ്ങളും ഒക്കെ നേരത്തെ വന്നിരുന്നു. പനീർശെൽവം തന്നെ നിർബന്ധിച്ച് രാജിവെപ്പിച്ചു എന്ന കാര്യമാണ് ഗവർണറെ ധരിപ്പിച്ചിരിക്കുന്നത്. അദ്ദേഹം അക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയതോടുകൂടിയാണ് ഈ തരത്തിലേക്ക് നാടകീയ സംഭവങ്ങൾ തമിഴ്നാട്ടിൽ അരങ്ങേറുകയും ചെയ്തത്. എങ്കിലും രാജി സ്വീകരിച്ച സ്ഥിതിക്ക് അത് പിൻവലിക്കുന്നതിന് എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യത്തെപ്പറ്റി ഗവർണർ ഏതെങ്കിലും തരത്തിൽ നിയമവിദഗ്ധരുമായോ ഒക്കെ നേരത്തെ ചർച്ച നടത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യതകളാണ് നിലവിലുള്ളത്. പനീർശെൽവവും ഇക്കാര്യത്തിലുള്ള ചർച്ചകളൊക്കെ നേരത്തെ നടത്തിയിട്ടുണ്ടാകും. നിലവിലുള്ള രീതി അനുസരിച്ച് രാജി സ്വീകരിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് അത് മടക്കി നൽകാൻ, അത് റദ്ദാക്കാനുള്ള നിയമപരമായുള്ള സാധ്യതകൾ ഇല്ല എന്നുള്ള തരത്തിലൊക്കെ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നതെങ്കിലും ഗവർണർക്ക് തൻ്റെ വിവേചന അധികാരം വിനിയോഗിക്കാനുള്ള കൃത്യമായ അവസരങ്ങളും നമ്മുടെ ഭരണഘടന നൽകുന്നുണ്ട്. അത്തരത്തിൽ ഗവർണർ ഏത് തരത്തിലാകും നീങ്ങുക എന്നുള്ള കാര്യങ്ങൾ ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. പനീർശെൽവം തന്നെ നിർബന്ധിച്ചാണ് രാജിവെപ്പിച്ചത് എന്ന വാക്കുകൾ ഏത് തരത്തിലാണ് ഗവർണർ മുഖവിലേക്ക് എടുക്കുക എന്നതിനെ ആശ്രയിച്ചായിരിക്കും ആ കാര്യത്തിൽ നിയമത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഗവർണർ മുന്നോട്ടുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. എന്തായാലും ശശികലയുടെ കാര്യങ്ങൾ കൂടി കൃത്യമായി അറിഞ്ഞ ശേഷമേ ഗവർണർ ഒരു നിലപാടിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ. പനീർശെൽവത്തിന് അനുകൂലമായി രാജി പിൻവലിക്കുന്ന ഒരു രീതിയിലേക്ക് ഗവർണർ തൻ്റെ നിലപാട് സ്വീകരിച്ചാൽ, തീരുമാനമെടുത്താൽ ശശികലയ്ക്ക് തീർച്ചയായും കോടതിയെ സമീപിക്കാനുള്ള സാഹചര്യങ്ങളാണ് വഴിയൊരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ശശികലയും പനീർശെൽവവും വിദ്യാസാഗർ റാവുവും നിയമപരമായി നിയമോപദേശമൊക്കെ നേടിയ ശേഷം മാത്രമേ ഇക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുകയുള്ളൂ. അക്കാര്യങ്ങളൊക്കെ അവർ ചിന്തിച്ചിട്ടുണ്ടാകും, മുൻകൂട്ടി തന്നെ കണ്ടിട്ടുണ്ടാവും എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾക്ക് വിലയിരുത്താനാവുക. അതുകൊണ്ട് തന്നെ ഗവർണർ തിടുക്കത്തിൽ ഒരു മറുപടി പറയാനുള്ള സാഹചര്യങ്ങൾ ഇപ്പോൾ നിലവിലില്ല. ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി നിരീക്ഷിച്ച് വേണമെങ്കിൽ കൂടുതൽ വിദഗ്ധ ഉപദേശം, നിയമോപദേശമൊക്കെ നേടിയ ശേഷം മാത്രമേ ഗവർണർ ഈ കാര്യത്തിലൊരു തീരുമാനം പറയുകയുള്ളൂ. തിടുക്കപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് ഗവർണറും എത്താൻ വഴിയില്ല. പക്ഷേ അധിക ദിവസം ഇക്കാര്യങ്ങൾ നീട്ടിക്കൊണ്ടു പോകാൻ ഗവർണർക്കും ആവില്ല. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഗവർണർക്ക് നിരവധി പഴികൾ കേൾക്കേണ്ടി വന്നിരുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ സഹായത്തോടുകൂടി ചില ഗൂഢനീക്കങ്ങൾ നടത്തുന്നുണ്ട് എന്ന ശശികല പക്ഷത്തു നിന്ന് ആരോപണം ഉയർന്ന സ്ഥിതിക്ക് ഏറെ ദിവസങ്ങളിലേക്ക് ഈ തീരുമാനം നീട്ടിക്കൊണ്ട് പോകാനും കഴിയാത്ത സ്ഥിതിയിൽ എത്രയും പെട്ടെന്ന് തന്നെ നാളെ തന്നെ ഗവർണർ ഇക്കാര്യത്തിൽ നിയമോപദേശമൊക്കെ നേടി, വിദഗ്ധരുടെ അഭിപ്രായമൊക്കെ തേടി ഗവർണറുടെ തീരുമാനം, നിലപാടുകൾ കൃത്യമായി നാളെ തന്നെ അറിയിക്കും എന്നുള്ള രീതിയിലാണ് വാർത്തകൾ പുറത്തു വരുന്നത്. ഗവർണറുടെ തീരുമാനവും നിലപാടുകളും അനുസരിച്ച് മാത്രമാകും ശശികലയ്ക്കും ഒപ്പം പനീർശെൽവത്തിനും ഇനി മുന്നോട്ട് കാര്യങ്ങൾ നീക്കാനാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. 129 MLA-മാർ തനിക്കൊപ്പമുണ്ട്. അവരുടെ പട്ടിക അടക്കമാണ് 7:30 ശശികല ഗവർണറെ കാണുന്നത്. പനീർശെൽവം നേരത്തെ തന്നെ തൻ്റെ നിലപാടുകൾ അറിയിച്ചിരുന്നു. MLA-മാരെ ഭീഷണിപ്പെടുത്തിയാണ് ശശികല ഒപ്പം നിർത്തിയിരിക്കുന്നത്. അവർക്ക് സുരക്ഷാ ഭീഷണിയുണ്ട്. ആ MLA-മാരിൽ ഭൂരിപക്ഷം പേരും തന്നെ പിന്തുണയ്ക്കുന്നതാണ്. നിയമസഭയിലെത്തിയാൽ തനിക്ക് അവരുടെ ഭൂരിപക്ഷം കൂടി കിട്ടും, തൻ്റെ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയുമെന്ന നിലയിലാണ് ഗവർണറോട് സംസാരിച്ചത്. നീതി ഉറപ്പാക്കുമെന്ന് ഗവർണറുടെ വാക്കുകൾ കേട്ട് പുറത്തു വന്ന അദ്ദേഹം പറഞ്ഞത് നല്ലത് സംഭവിക്കും, ധർമ്മം ജയിക്കും, സത്യം തുടരും എന്ന രീതിയിലാണ് പനീർശെൽവം വളരെ വേഗം എത്താം. അല്പസമയത്തിനകം ഗവർണറെ കാണും എന്നത് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായ വിഷയം. വിദ്യാസാഗർ റാവുവിന് അല്പസമയത്തിനകം തന്നെ ശശികല കാണും. 10 MLA-മാരും ഒപ്പം ഉണ്ടാകും. ശശികല രാജ്ഭവനിലെത്തി കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം ഗവർണർ വിദ്യാസാഗർ റാവുവിനെ കാണും. അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. MLA-മാരുടെ സപ്പോർട്ട് അത് അറിയിക്കുകയായിരിക്കും ശശികല ചെയ്യുക. ശശികലയ്ക്കൊപ്പം 10 MLA-മാർ ശശികലയ്ക്കൊപ്പം ഉണ്ടാകുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനു മുൻപായി ശശികല മെറീന ബീച്ചിലെത്തി ജയലളിതയുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തുകയും റീത്ത് അർപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഒപ്പം തന്നെ ഒരു പേപ്പർ ലിസ്റ്റ്, ഒരുപക്ഷെ MLA-മാരുടെ സപ്പോർട്ടുള്ള MLA-മാരുടെ പേരുകൾ അടങ്ങിയതായിരിക്കാം എന്ന് കരുതുന്നു. ആ ഒരു ലിസ്റ്റ് മെറീന ബീച്ചിലെത്തി ജയലളിതയുടെ സ്മൃതി കുടീരത്തിന് മുൻപിൽ വെച്ച് പ്രാർത്ഥിച്ച ശേഷം നിറകണ്ണുകളോടെയാണ് ശശികല അവിടെ നിന്ന് മടങ്ങിയത്.
വളരെ വികാരനിർഭരമായ നിമിഷങ്ങളായിരുന്നു കടന്നുപോയിക്കൊണ്ടിരുന്നത്. പനീർശെൽവവും ഗവർണറെ കാണുന്നതിന് മുൻപായി ഇതുപോലെ തന്നെ മെറീന ബീച്ചിലെത്തി ജയലളിതയുടെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹവും രാജ്ഭവനിലേക്ക് പോയത്. 3:30 ഗവർണർ ചെന്നൈയിൽ എത്തിയത്. 2 ദിവസമായി അദ്ദേഹം മഹാരാഷ്ട്രയിലായിരുന്നു. അതിനുശേഷം തമിഴ്നാട് ചുമതലയുള്ള ഗവർണർ വിദ്യാസാഗർ റാവു 3:30 എത്തിയത്. 5 മണിയോടുകൂടി 10 മിനിറ്റ് നീണ്ടു നിന്ന കൂടിക്കാഴ്ചയായിരുന്നു പനീർശെൽവവുമായി ഉള്ളത്. അല്പസമയത്തിനകം തന്നെ ശശികല ഗവർണറെ കാണും എന്നാണ് റിപ്പോർട്ടുകൾ. VK ശശികല രാജ്ഭവനിൽ ഗവർണറെ കാണാനായി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഗവർണർ വിദ്യാസാഗർ റാവുമായി ശശികല കൂടിക്കാഴ്ച നടത്തും. 5 മണിക്ക് പനീർശെൽവവുമായി ഗവർണർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിൽ ഗവർണർ തന്നെ നിർബന്ധിപ്പിച്ച് രാജിവെപ്പിച്ചതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. രാജി പിൻവലിക്കണമെന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു പനീർശെൽവം നിവേദനമായി മുന്നോട്ട് വെച്ചത്. എന്നാൽ രാജി പിൻവലിക്കാനുള്ള സാധ്യതയും വിരളമാണ് എന്ന് നിയമവൃത്തങ്ങൾ വിലയിരുത്തുന്നു. അങ്ങനെയുള്ള ഒരു നിയമോപദേശമാണ് ഗവർണർക്ക് കിട്ടിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇത്രയും കാര്യങ്ങളിലുള്ള തീരുമാനങ്ങൾ നാളെയാണ് ഗവർണർ കൈക്കൊള്ളുക. ജോർജറ്റിലേക്ക് പോവുകയാണ്. ജോർജറ്റ്, പക്ഷേ ഇന്നത്തെ കാര്യങ്ങളാണ് ഇനിയിപ്പോൾ എന്താണ് ഇരുവരുടെയും ഭാവി, പനീർശെൽവത്തിന്റെയും ശശികലയുടെയും AIADMKയുടെയും ഭാവി എന്ന് നിശ്ചയിക്കുന്നത് ഇന്നത്തെ സംഭവ വികാസങ്ങളാണ്. ഇന്ന് ഒരുപക്ഷെ ഗവർണർ എത്തിയത് മുതൽക്കുള്ള കാര്യങ്ങൾ. സൗമ്യ, ഏകദേശം അല്പസമയത്തിനകം തന്നെ, അല്പനിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ശശികല ഗവർണറെ കണ്ട് തൻ്റെ കാര്യങ്ങൾ ധരിപ്പിക്കും. 10 MLA മാർ, മുതിർന്ന നേതാക്കളും ഒപ്പം ശശികലയ്ക്ക് ഒപ്പമുണ്ട്. അല്പസമയത്തിനകം തന്നെ അവർ രാജ്ഭവനിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ നമ്മൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ MLA മാരെ അണിനിരത്തി 129 MLA മാരെയും അണിനിരത്തി ഗവർണർക്ക് മുന്നിൽ അണിനിരത്തി തൻ്റെ ഭൂരിപക്ഷം തെളിയിക്കാനുള്ളൊരു ശ്രമം ശശികല നടത്തിയിരുന്നു. എന്നാൽ വിദ്യാസാഗർ റാവു തന്നെയാണ് പറഞ്ഞത് 10 MLA മാരുമായി തന്നെ കണ്ട് തന്നെ കാര്യങ്ങൾ ബോധിപ്പിച്ചാൽ മതി എന്ന ഗവർണറുടെ നിലപാട് അനുസരിച്ചാണ് ശശികല 10 MLA മാരും ഒപ്പം മുതിർന്ന ചില നേതാക്കളുമായും ഇപ്പോൾ ഗവർണറെ കാണാൻ എത്തിയിരിക്കുന്നത്. പകരം തന്നെ പിന്തുണയ്ക്കുന്ന MLA മാരുടെ പട്ടിക ഗവർണർക്ക് സമർപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ശശികലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഗവർണറുടെ ചോദ്യങ്ങൾക്ക് അവർ കൃത്യമായി മറുപടിയും നൽകേണ്ടി വരും. താൻ ജനറൽ സെക്രട്ടറി ആയതിനെപ്പറ്റി, നിയമസഭാ കക്ഷി നേതാവായതിനെ പറ്റിയുള്ള നിയമസാധ്യതകളെ പറ്റി ഗവർണർ ആരായും. ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാടുകൾ അവർക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഏകകണ്ഠമായാണ് താൻ 2 പദങ്ങളിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ തനിക്ക് മന്ത്രിമാരുടെ MLA മാരുടെ പിന്തുണയുണ്ട്. തനിക്ക് ഭരണത്തിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട് എന്ന തരത്തിൽ ശശികല ഗവർണറെ ബോധിപ്പിക്കും. ഒപ്പം തന്നെ പനീർശെൽവത്തിന്റെ ഏറ്റവും വലിയ ആരോപണങ്ങളിലൊന്നാണ് MLA മാരെ ഭീഷണിപ്പെടുത്തി തന്റെ ഒപ്പം നിർത്തിയിരിക്കുന്നു എന്നുള്ള കാര്യം. അങ്ങനെ ഉള്ള കാര്യങ്ങൾക്ക് കൂടി കൃത്യമായി ശശികല മറുപടി നൽകേണ്ടി വരും. ഭീഷണിപ്പെടുത്തിയല്ല, MLA മാരുടെ പൂർണ്ണ പിന്തുണ തനിക്കാണ് എന്ന് ബോധിപ്പിക്കുന്നതിനാണ് ഇത്രയും MLA മാരുടെ പട്ടിക കൂടി ഗവർണർക്ക് സമർപ്പിക്കുന്നത്. എന്തായാലും ശശികലയുടെ വാക്കുകൾ കൂടി കേട്ട ശേഷം മാത്രമേ ഗവർണർക്ക് ഒരു തീരുമാനത്തിലെത്താൻ കഴിയുകയുള്ളൂ. ഗവർണർ നേരത്തെ തന്നെ ഇക്കാര്യത്തിൽ പ്രാഥമിക നിയമോപദേശമൊക്കെ തേടിയ ശേഷമാണ് ഇന്ന് പനീർശെൽവത്തിനെയും ശശികലയും കൂടിക്കാഴ്ചയ്ക്കായി വിളിച്ചിരുന്നത്. പനീർശെൽവം നേരത്തെ തന്നെ തന്റെ കാര്യങ്ങൾ ഗവർണറെ അറിയിച്ചിരുന്നു. വിശ്വാസ വോട്ട് തേടാനുള്ള അവസരങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്തു. മറ്റ് ശശികലയ്ക്കെതിരെയുള്ള കാര്യങ്ങൾ കൃത്യമായി ബോധിപ്പിക്കുന്നതിനും പനീർശെൽവത്തിനായി ഗവർണറുടെ തീരുമാനത്തിനാണ് ഇനി കാതോർത്തിരിക്കുന്നത്. ശശികല അല്പനിമിഷങ്ങൾക്കകം ഗവർണറെ കണ്ട് തന്റെ കാര്യങ്ങളും ബോധിപ്പിക്കും. ഏതായാലും കേന്ദ്ര സർക്കാരിൻ്റെ കൂടി തീരുമാനത്തിൻ്റെ ഭാഗമായി മാത്രമേ ഗവർണർ വിദ്യാസാഗർ റാവു തൻ്റെ നിലപാടുകൾ പറയുകയുള്ളൂ എന്നുള്ള നിരീക്ഷണങ്ങളാണ് ഇപ്പോൾ പറയാനാവുക. കാരണം അണ്ണാ-DMK പാർട്ടിയിൽ ഉണ്ടാകുന്ന ഏതൊരു സംഭവ വികാസങ്ങളും BJPക്ക് മുൻതൂക്കമുണ്ടാകും. തമിഴ്നാട്ടിൽ BJPക്ക് ഒരു സ്ഥാനം നൽകും എന്നുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാരിന് ഒരു ഈ അണ്ണാ-DMKയുടെ രാഷ്ട്രീയത്തിൽ ചില തന്ത്രങ്ങൾ, നയങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഭാഗമായി വിദ്യാസാഗർ റാവു ഏത് തരത്തിലുള്ള നിലപാടുകളായിരിക്കും സ്വീകരിക്കുക എന്നുള്ള കാര്യങ്ങൾ കൂടി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ഇന്ന് പനീർശെൽവത്തിൻ്റെയും ശശികലയുടെയും വാദങ്ങൾ കേട്ട ശേഷം നാളെ ഒരു തീരുമാനത്തിലെത്തും എന്നുള്ള നിഗമനങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സൗമ്യ, ഒരുപക്ഷെ അവിടെ ഗവർണർക്ക് മുൻപിലുള്ളത് 2 വിഷയങ്ങളാണ്. അത് രണ്ടും നിയമപരമായ വിഷയങ്ങൾ തന്നെയാണ്. പിൻവലിച്ച്, അതായത് രാജിവെച്ച് അത് ഗവർണറുടെ ഓഫീസ് അംഗീകരിക്കുകയും ചെയ്തതിന് ശേഷം ആ രാജി പിൻവലിക്കുക എന്നതിലെ സാങ്കേതിക പ്രശ്നം, അത് അങ്ങനെ നടക്കില്ല എന്ന സൂചനകൾ നിയമവൃത്തങ്ങളിൽ നിന്നും അദ്ദേഹത്തിന് ഇതിനോടകം ലഭിച്ചു കഴിഞ്ഞു. മറ്റൊരു ഭാഗത്ത് AIADMKയുടെ ഭരണഘടന ലംഘിച്ചുകൊണ്ട് ഒരുപക്ഷെ ഇലക്ഷൻ കമ്മീഷൻ പോലും ചോദ്യചിഹ്നത്തിന് മുന്നിൽ നിർത്തിയിരിക്കുന്ന ശശികലയുടെ ഈ നേതൃത്വത്തിലേക്കുള്ള വരവും
മുഖ്യമന്ത്രി ആകുന്നത് അടക്കമുള്ള കാര്യങ്ങളും. ഈ രണ്ട് നിയമപ്രശ്നങ്ങളിൽ അതിൽ ഏതിനായിരിക്കും ഗവർണർ മുൻതൂക്കം നൽകുക എന്നതനുസരിച്ചിരിക്കില്ലേ ഇനിയുള്ള കാര്യങ്ങൾ. അവിടെ ഗവർണറുടെ നിലപാട്, ഇതുവരെ അദ്ദേഹം എടുത്ത നിലപാട്, ഈ 2 ദിവസം അദ്ദേഹം മാറി നിന്ന ഒരു പശ്ചാത്തലം, അവിടെ കേന്ദ്രത്തിന്റെ നിലപാട്, കേന്ദ്രത്തോടുള്ള അദ്ദേഹത്തിന്റെ വിധേയത്വം, ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി കൂട്ടിച്ചേർത്ത് വേണ്ടേ കാര്യങ്ങൾ വായിക്കാൻ? നിയമപരമായി മാത്രമേ ഗവർണർക്ക് മുന്നോട്ട് നീങ്ങാനാകുകയുള്ളൂ എങ്കിലും ഗവർണർക്ക് വിവേചനാധികാരം എന്നൊരു ഭരണഘടന അനുശാസിക്കുന്ന ഒരു അധികാരം കൂടി ഉള്ളതിനാൽ ഗവർണറുടെ തീരുമാനത്തിന് ഏറെ പ്രസക്തിയുണ്ട്. പനീർശെൽവവും ശശികലയും തങ്ങളുടെ നിലപാടുകൾ കൃത്യമായി തന്നെ ഗവർണറെ ഇതിനകം തന്നെ ബോധിപ്പിച്ച് കഴിഞ്ഞാണ്. ശശികല 7:30 തൻ്റെ കാര്യങ്ങൾ തനിക്കുള്ള പിന്തുണയൊക്കെ ഒക്കെ ഗവർണറെ അറിയിക്കുന്ന സ്ഥിതിവിശേഷങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരിക്കൽ രാജി സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് പിൻവലിക്കുന്നതിനെ പറ്റി ഇതുവരെ നിയമസാധുതയില്ല, അത്തരം കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാനാകില്ല എന്ന തരത്തിലാണ് നിയമവൃത്തങ്ങൾ ഇപ്പോൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ പനീർശെൽവം തൻ്റെ രാജി പിൻവലിക്കാനുള്ള തൻ്റെ ഇഷ്ടം ഗവർണറെ അറിയിച്ചെങ്കിലും അത് എത്രത്തോളം നിയമപരമായി നടപ്പാക്കാനാവും, അക്കാര്യത്തിൽ ഗവർണർ ഏത് തരത്തിലുള്ള നിലപാടുകളായിരിക്കും സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ കൃത്യമായി ഇപ്പോൾ ഉത്തരം പറയാനാകില്ല. കൂടുതൽ ഏറ്റവും പുതിയൊരു വിഷയം കൂടി വരുന്നുണ്ട്. അതായത് DMK-യുടെ ഒരു പ്രതികരണം കൂടി വന്നിരിക്കുന്നു. പനീർശെൽവത്തിനെ സപ്പോർട്ട് ചെയ്യുക, അതായത് മജോറിറ്റി തെളിയിക്കണം എങ്കിൽ, ഭൂരിപക്ഷം തെളിയിക്കണമെങ്കിൽ പനീർശെൽവത്തെ സപ്പോർട്ട് ചെയ്യും എന്ന് DMK പറഞ്ഞിരിക്കുന്നു എന്നൊരു പുതിയ വാർത്ത കൂടി വരുന്നു. ഒരുപക്ഷെ അതായത് ഒരുപക്ഷെ പനീർശെൽവത്തിന്റെ പക്കലേക്ക്, ക്യാമ്പിലേക്ക് കൂടുതൽ MLA-മാർ എത്തിയാൽ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകുമെന്ന സൂചന വരും. അത് വളരെ രാഷ്ട്രീയപരമായ വലിയൊരു നീക്കമാണ് ഇപ്പോൾ DMK-യുടെ ഭാഗത്തു നിന്നുണ്ടായത്. പനീർശെൽവത്തിന് പ്രത്യക്ഷമായി തന്നെ DMK പിന്തുണ അറിയിച്ചതോടുകൂടി 129 MLA-മാർ തനിക്കൊപ്പം ഉണ്ട് എന്ന് ഗവർണർക്ക് മുന്നിൽ ബോധിപ്പിക്കുന്ന ശശികലയ്ക്ക് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തീരുമാനമാണ് DMK-യുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഗവർണർക്ക് 2 വട്ടം ആലോചിക്കേണ്ട ഒരു സാഹചര്യം കൂടി നിലവിൽ വന്നിരിക്കുന്നു. പനീർശെൽവത്തിന് 40 MLA-മാരുടെ പിന്തുണ അണ്ണാ DMK-യിൽ നിന്ന് തന്നെ കിട്ടുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് ഉള്ളത്. DMK-യുടെ പിന്തുണ കൂടി പരോക്ഷമായി അത് ഗവർണറുടെ ചെവിയിൽ എത്തിക്കുക എന്ന തന്ത്രത്തിന്റെ ഭാഗമായി തന്നെയാകും DMK ഇത്തരത്തിലൊരു പ്രസ്താവനയുമായി ഈ അവസരത്തിൽ എത്തിയത്. അത് പനീർശെൽവത്തിന് ഏക ഊർജ്ജം പകരുന്ന ഒരു പ്രസ്താവന കൂടിയാണ്. 98 MLA-മാരാണ് അണ്ണാ DMK-ക്ക് അപ്പുറം തമിഴ്നാട് നിയമസഭയിലുള്ളത്. 89 പേർ DMK-യുടെ ഭാഗമാണ്. 8 പേർ കോൺഗ്രസ് MLA-യും ഒരു മുസ്ലിം ലീഗ് MLA-യുമാണ് ഇപ്പോൾ തമിഴ്നാട് നിയമസഭയിലുള്ളത്. ശശികല കോൺഗ്രസിന്റെ പിന്തുണ തേടിയിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് MLA-മാർ ആർക്കൊപ്പം നിൽക്കുമെന്നുള്ള കാര്യത്തിൽ ഇതുവരെ കൃത്യമായ ഒരു നിലപാടുകൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് വന്നിട്ടില്ല. 98 MLA-മാർ നിലവിൽ പ്രതിപക്ഷത്ത് ഉണ്ട്. അതിൽ നിന്ന് ഒരു 17 MLA-മാരെ നിലവിൽ പനീർശെൽവത്തിന് ഒപ്പം നിർത്താനായാൽ കേവല ഭൂരിപക്ഷത്തോടെ ഭരണത്തിൽ അസ്ഥിരത ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പനീർശെൽവത്തിനാകും. അണ്ണാ DMK-യുടെ പിന്തുണയുണ്ടെങ്കിൽ ഒരു ഭരണത്തിലേക്ക് ഗവർണർക്ക് വേണമെങ്കിൽ പനീർശെൽവത്തെ ക്ഷണിക്കാനുള്ള സാഹചര്യങ്ങൾ കൂടിയാണ് നിലനിൽക്കുന്നത്. ഈ തന്ത്രങ്ങളുടെ ഭാഗമായി തങ്ങളുടെ പിന്തുണ പ്രത്യക്ഷമായി തന്നെ DMK അറിയിച്ചതോടുകൂടി ഗവർണർക്ക് ഒരു വിചിന്തനം നടത്തേണ്ട കാര്യങ്ങൾ തന്നെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ അവിടെ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. 129 MLA-മാർ തനിക്കൊപ്പമുണ്ട് എന്ന് പറയുമ്പോൾ പോലും പനീർശെൽവം പറഞ്ഞത് അത് ശശികലയുടെ വാദം മാത്രമാണ്. അവരെ MLA-മാരെ ഭീഷണിപ്പെടുത്തി തനിക്കൊപ്പം നിർത്തിയിരിക്കുന്നു. നിയമസഭയിൽ കാര്യങ്ങൾ എത്തിയാൽ തനിക്ക് ഭൂരിപക്ഷം തെളിയിക്കാനാകും എന്നായിരുന്നു പനീർശെൽവം പറഞ്ഞിരുന്നത്. DMK ഇപ്പോൾ പിന്തുണ അറിയിക്കുക കൂടി ചെയ്തതോടുകൂടി പനീർശെൽവം ഏറെ ആത്മവിശ്വാസത്തിലേക്ക് എത്താനുള്ള കാര്യങ്ങളാണ് ഉള്ളത്. ഗവർണർക്ക് ഇക്കാര്യങ്ങൾ പനീർശെൽവത്തിന്റെ ഭൂരിപക്ഷം കൂടി കണക്കിലെടുത്ത് വേണം ഇപ്പോൾ പട്ടിക ശശികല നൽകിയാൽ പോലും കാര്യങ്ങൾ തീരുമാനിക്കാനെന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ആ കാര്യങ്ങൾ പേടിച്ചുകൊണ്ട് തന്നെ വേണം ഇനിയുള്ള നീക്കങ്ങൾ ശശികലയ്ക്ക് നടത്തേണ്ടി വരുന്നതും. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഗവർണർ ഇതുവരെ എടുത്ത നിലപാട്, അതായത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേന്ദ്രത്തിന് അനുകൂലമായ ഒരു പരിധി വരെ എടുത്ത നിലപാടുകൾ, അതൊക്കെ പ്രതിഫലിപ്പിക്കാനുള്ള ഒരു സാഹചര്യം എത്രത്തോളം ഉണ്ട്? ഈ നിയമവശങ്ങൾ കൂടി അദ്ദേഹത്തിന് പരിശോധിക്കേണ്ടതുണ്ട്. നേരത്തെ വിവേചനാധികാരത്തെക്കുറിച്ചും ജോർജറ്റ് പറയുകയുണ്ടായി. പക്ഷെ അതിനും അപ്പുറത്തേക്ക് നിലവിലെ ഒരു രാഷ്ട്രീയത്തിൽ BJP-ക്ക് വേരുറപ്പിക്കാനുള്ള ഒരു സാഹചര്യം, അതിന് ഏറ്റവും പറ്റിയ ഒരു അവസ്ഥ കൂടിയാണ്. ആ വിധത്തിൽ കൂടി നിരീക്ഷിക്കപ്പെടുന്നില്ലേ കാര്യങ്ങൾ? തീർച്ചയായും BJP-യുടെ ഒരു പരോക്ഷ പിന്തുണ പനീർശെൽവത്തിനുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അതിൻ്റെ ഭാഗമായാണ് പനീർശെൽവം ഇത്തരത്തിൽ അവസാന നിമിഷം ശശികലയ്ക്ക് സുഗമമായ ഒരു സത്യപ്രതിജ്ഞയ്ക്കുള്ള അവസരങ്ങളിൽ നിന്ന് ഈ തരങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ പനീർശെൽവത്തിന് കഴിഞ്ഞതിന് പിന്നിൽ BJP-യുടെ ഒരു പിന്തുണയുണ്ട്, അല്ലെങ്കിൽ DMK അടക്കമുള്ള രഹസ്യ പിന്തുണ പനീർശെൽവത്തിന് ഉണ്ട് എന്ന കാര്യങ്ങളാണ് വിലയിരുത്തപ്പെടേണ്ടത്. ഇക്കാര്യങ്ങൾ അനുസരിച്ചുള്ള നീക്കങ്ങളാണ് പനീർശെൽവം ആദ്യം മുതൽ നടത്തിക്കൊണ്ടിരുന്നത്. കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ കൃത്യമായ അജണ്ടയുണ്ട് എന്ന് നേരത്തെ തന്നെ
തന്നെ വ്യക്തമായിരുന്നു. ജയലളിതയുടെ മരണ സമയത്ത് തന്നെ ഇക്കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ വളരെ കൃത്യമായി തന്നെ വിശകലനം ചെയ്തിരുന്നു. തമിഴ്നാട്ടിൽ ഉണ്ടാകുന്ന സംഭവ വികാസങ്ങളൊക്കെ പ്രത്യേക ഇന്റലിജൻസ് വിഭാഗത്തെ കൊണ്ടും ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരെ കൊണ്ടും കേന്ദ്ര സർക്കാർ കൃത്യമായി ആരാഞ്ഞിരുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് കേന്ദ്ര സർക്കാരും നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അണ്ണാ ഡി എം കെയിൽ ഒരു പിളർപ്പുണ്ടായാൽ, പാർട്ടി രണ്ടായി കഴിഞ്ഞാൽ അതിനിടയിൽ ഒരു ജനകീയ വികാരം ഉയർത്തിക്കൊണ്ടുവന്ന് തങ്ങൾക്ക് അവിടെ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ഒരു തന്ത്രം BJP ആവിഷ്കരിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോഴത്തെ നീക്കങ്ങളുമുള്ളത്. പനീർശെൽവത്തെ പരോക്ഷമായി പിന്തുണയ്ക്കുന്നതോടുകൂടി ശശികലയ്ക്കെതിരെയുള്ള ഒരു വികാരം തമിഴ്നാട്ടിൽ ഉയർത്തിവിടാൻ കഴിയുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ഒരു വികാരം ശശികലയ്ക്കെതിരെ ഉണ്ടായാൽ പനീർശെൽവത്തെ ഒപ്പം നിർത്തി തങ്ങൾക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്നാണ് BJP കരുതുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ശശികലയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ വൈകിപ്പിക്കാൻ വിദ്യാസാഗർ റാവുവിനെ മാറ്റി നിർത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കിയത് എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് പുറത്തു വരുന്നത്. BJPയുടെ വലിയ ദേശീയ നേതാക്കളൊക്കെ തന്നെ പ്രത്യക്ഷമായി തന്നെ പനീർശെൽവത്തിന് പിന്തുണയുമായി എത്തുന്ന സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സുബ്രഹ്മണ്യ സ്വാമി പറഞ്ഞത് വിദ്യാസാഗർ റാവു തമിഴ്നാട്ടിൽ ഇല്ലാത്തതിന് പിന്നിൽ BJP ആണെന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു. ഇക്കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ BJPയുടെ ഇടപെടൽ വളരെ പരോക്ഷമായാണ് BJP പിന്തുണ നൽകുന്നതെങ്കിലും അവരുടെ നീക്കങ്ങളൊക്കെ തന്നെ കൃത്യമായി മനസ്സിലാക്കാവുന്ന തരത്തിലാണ് കാര്യങ്ങളുടെ പോക്ക്. ഇന്ന് പനീർശെൽവത്തെ തന്നെ അവർ കൃത്യമായി ആദ്യം തന്നെ വിദ്യാസാഗർ റാവുവുമായിട്ടുള്ള ചർച്ചയ്ക്ക് വേണ്ടി ക്ഷണിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിൽ സമ്മർദ്ദമുണ്ടാക്കാനുള്ള ശശികലയുടെ ശ്രമങ്ങൾ പരാജയപ്പെടുന്ന കാഴ്ചയായിരുന്നു ഉണ്ടായത്. കഴിഞ്ഞ ദിവസം രാഷ്ട്രപതി സന്ദർശനത്തിന് അനുമതി നൽകിയില്ല. ഇന്ന് രാഷ്ട്രപതിയെ കാണാൻ, പ്രധാനമന്ത്രിയെ കാണാൻ സമയം അനുവദിച്ച ആ സാഹചര്യത്തിൽ തന്നെ വിദ്യാസാഗർ റാവു തമിഴ്നാട്ടിലെത്തി പനീർശെൽവവുമായും ഒപ്പം തന്നെ ശശികലയുമായി കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. കേന്ദ്രത്തിൽ ഒരു സമ്മർദ്ദം ഉണ്ടാക്കാനുള്ള നീക്കങ്ങൾ ഫലവത്താകുന്നില്ല എന്നാണ് ശശികല ക്യാമ്പിൽ നിന്ന് കൃത്യമായി വ്യക്തമാകുന്നത്. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് രാജ്യസഭയിലടക്കം പ്രതിഷേധവുമായി അണ്ണാ ഡി എം കെ പ്രതിനിധികൾ ശബ്ദമുയർത്തുന്ന കാഴ്ചകളൊക്കെ ഉണ്ടായത്. എന്തായാലും BJP കൃത്യമായ നീക്കങ്ങളാണ് ഇക്കാര്യത്തിൽ നടത്തുന്നത്. പരോക്ഷമായി പനീർശെൽവത്തിന് പിന്തുണ കിട്ടുന്നുണ്ട്. ശശികലയുടെ നീക്കങ്ങളൊന്നും കേന്ദ്ര സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ പനീർശെൽവത്തിന് അനുകൂലമായ ഒരു നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് വിദ്യാസാഗർ റാവുവിന്റെ ഭാഗത്തുനിന്ന് ലഭ്യമാകും എന്ന് തന്നെയാണ് നിരീക്ഷിക്കേണ്ടി വരുന്നത്. ഇപ്പോൾ ഗവർണറെ കണ്ട് ശശികല മന്ത്രിസഭ ഉണ്ടാക്കാനുള്ള അവകാശവാദം ഉന്നയിച്ചിരിക്കുകയാണ്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ ഏതായാലും പുറത്തു വരാനിരിക്കുന്നതേ ഉള്ളൂ. തന്റെ ഒപ്പം നിൽക്കുന്ന MLA-മാരുടെ പട്ടിക ഗവർണർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. ഗവർണറാണ് ഇനി ഇതിൽ അന്തിമ തീരുമാനമെടുക്കുക. അത് നാളെ ഉണ്ടാകൂ എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതായാലും ഗവർണറെ കണ്ട ശേഷം പ്രതീക്ഷയോടുകൂടിയാണ് പനീർശെൽവം മാധ്യമങ്ങളോട് സംസാരിച്ചത്. സത്യം ജയിക്കുമെന്നും ധർമ്മം നടപ്പാകുമെന്നും പറഞ്ഞ പനീർശെൽവം പ്രസന്നവദനായാണ് സംസാരിച്ചത്. പ്രതീക്ഷകൾ അദ്ദേഹത്തിന്റെ വാക്കുകളിലുണ്ടായിരുന്നു. പ്രതീക്ഷകൾക്ക് അപ്പുറത്തു നിന്നുള്ള ചില ഉറപ്പുകളും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കാമായിരുന്നു. എന്നാൽ ഇത്രയും MLA-മാരുടെ സപ്പോർട്ട് തനിക്കുണ്ട് എന്ന് ആവർത്തിച്ച് അവരുടെ പട്ടിക അടക്കം ഗവർണർക്ക് നൽകിയാണ് ശശികല ഗവർണറെ കണ്ടത്. ഏതായാലും ഈ രണ്ട് സാഹചര്യങ്ങളിലും ഇനി തീരുമാനമെടുക്കേണ്ടത് ഗവർണറാണ്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേർന്നുണ്ട്. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, ഒരു സുപ്രധാനമായ ഒരു വിഷയം ഇവിടെ ഉള്ളത് ഈ പനീർശെൽവത്തിന്റെ രാജി പിൻവലിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെച്ചിരുന്നത് ഗവർണർക്ക് മുൻപിൽ. എന്നാൽ അത് പിൻവലിക്കാൻ പറ്റില്ല എന്ന ഒരു നിയമോപദേശമാണ് ഗവർണർക്ക് കിട്ടിയിട്ടുള്ളതാണെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതൊരു ഭാഗത്ത്. മറുഭാഗത്ത് ഇപ്പോൾ ശശികല ഗവർണറെ കണ്ട് തനിക്കുള്ള പിന്തുണ, MLA-മാരുടെ പിന്തുണ അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ രണ്ട് സാഹചര്യങ്ങൾ ഒരുപക്ഷെ നിയമത്തിന്റെ വശത്തിൽ കൂടി പരിശോധിച്ചാൽ ശ്രീ സെബാസ്റ്റ്യൻ പോൾ. പനീർശെൽവത്തിന്റെ രാജി ഗവർണർ സ്വീകരിച്ചു. അദ്ദേഹത്തോട് കാവൽ മുഖ്യമന്ത്രിയായി തുടരാൻ ആവശ്യപ്പെട്ടു. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആ രാജി പിൻവലിക്കാൻ ഇനി സാധിക്കില്ല. പക്ഷെ മറ്റൊന്നുണ്ട്, നിയമസഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നില്ല പനീർശെൽവത്തിന്റെ രാജി. അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. ഭൂരിപക്ഷമുള്ള മുഖ്യമന്ത്രി വ്യക്തിപരമായ കാരണങ്ങളാൽ രാജിവെച്ചു. ആ രാജി സ്വീകരിച്ചു. അദ്ദേഹത്തിന് വീണ്ടും ഗവർണറെ കണ്ട് തനിക്കുള്ള മന്ത്രിസഭ രൂപീകരിക്കുന്നതിനുള്ള സന്നദ്ധത അറിയിക്കുന്നതിന് ഇപ്പോഴും അവകാശമുണ്ട്. ഗവർണർക്ക് അത് പരിഗണിക്കുകയും ചെയ്യാം. അതിന് ബദലായി ഇപ്പോൾ വന്നിരിക്കുന്നത് ശശികലയാണ്. ശശികല ഗവർണറെ സംബന്ധിച്ച് ഒരു ടോട്ടൽ സ്ട്രേഞ്ചറാണ്. അവർ MLA അല്ല. 130 MLA-മാരുടെ ഒരു ലിസ്റ്റ് അവരുടെ കയ്യിലുണ്ട്. അത് ശരിയോ തെറ്റോ എന്ന് ഇപ്പോൾ അറിയാൻ കഴിയില്ല. അതിന്റെ ശരിതെറ്റുകൾ ഗവർണർ ഇപ്പോൾ പരിശോധിക്കേണ്ട കാര്യവുമില്ല. കാരണം ഭൂരിപക്ഷം തെളിയിക്കേണ്ടത് രാജ്ഭവനിലല്ല, അത് ഫ്ലോറിലാണ്, ഹൗസിലാണ്, സഭയിലാണ്. ആ അവസ്ഥയിൽ ഒരു തീരുമാനം ഗവർണർ എടുക്കേണ്ടി വരും. ആ തീരുമാനം ന്യായമായി നോക്കിയാൽ പനീർശെൽവത്തിന് അനുകൂലമായിരിക്കണം.
പക്ഷെ ഇപ്പോൾ ഗവർണറോട് തീരുമാനം എടുക്കുന്നില്ല. കാരണം അത് ഏതാനും ദിവസങ്ങൾ കൂടി നീട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അതിന് മറ്റു പല കാരണങ്ങളുമുണ്ട്. പക്ഷെ ഇപ്പോൾ പനീർശെൽവത്തിന്റെ ആവശ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സന്നദ്ധത മന്ത്രിസഭ ഉണ്ടാക്കുന്നതിന് വീണ്ടും മന്ത്രിസഭ ഉണ്ടാക്കുന്നതിനുള്ള സന്നദ്ധത അത് ഗവർണർക്ക് ഒറ്റ നോട്ടത്തിൽ തള്ളിക്കളയാൻ കഴിയില്ല. അവിടെ ഒരു സുപ്രധാനമായ ഒരു വിഷയമുള്ളത് നിർബന്ധിച്ച് രാജിവെപ്പിച്ചു എന്ന അദ്ദേഹത്തിന്റെ ഒരു ന്യായീകരണം, ഒരുപക്ഷെ അതിന് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ രേഖകൾ, ഇതൊക്കെ ഈ കാര്യങ്ങളിലൊക്കെ ഗവർണർക്ക് എന്തെങ്കിലും തീരുമാനങ്ങൾ എടുക്കാനാകുമോ? അല്ല, അത് ഗവർണറെ ബാധിക്കുന്ന വിഷയമല്ല. നിർബന്ധിച്ചാണെങ്കിലും അദ്ദേഹം നേരിട്ടാണല്ലോ രാജിക്കത്ത് കൊടുത്തത്. രാജിക്കത്ത് തന്റേതല്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമില്ല. കൊടുത്ത രാജിക്കത്ത് ഗവർണർ സ്വീകരിക്കുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ കേവലം കാവൽ മുഖ്യമന്ത്രി മാത്രമാണ്. പക്ഷേ ഞാൻ സൂചിപ്പിച്ചതുപോലെ സാധാരണഗതിയിൽ രാജി ഉണ്ടാകുന്നത് സഭയിൽ ഭൂരിപക്ഷം നഷ്ടപ്പെടുമ്പോഴാണ്. ഇവിടെ പനീർശെൽവത്തിന് ഭൂരിപക്ഷം നഷ്ടപ്പെട്ടിട്ടില്ല. ഭൂരിപക്ഷമുള്ള അവസ്ഥയിലാണ് ഏത് കാരണം കൊണ്ടായാലും പനീർശെൽവം രാജി സമർപ്പിച്ചത്. അങ്ങനെയുള്ള ഒരാൾക്ക് ഇതാ ഞാൻ വീണ്ടും മന്ത്രിസഭ ഉണ്ടാക്കാൻ തയ്യാറാണ്, എന്നെ വീണ്ടും ക്ഷണിക്കണം എന്ന് ഗവർണറോട് ആവശ്യപ്പെടാം. അതിനുള്ള തടസ്സം 130 MLA-മാരുടെ ലിസ്റ്റ് ശശികല നൽകിയിരിക്കുന്നു എന്നുള്ളത് മാത്രമാണ്. അങ്ങനെ ഒരു ലിസ്റ്റിന്റെ MLA പോലും അല്ലാത്ത ഒരു വ്യക്തി നൽകിയ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഗവർണർക്ക് ഒരു തീരുമാനമെടുക്കാൻ കഴിയില്ല. കാരണം ഗവർണർക്ക് ആരെ വേണമെങ്കിലും നിയമിക്കാം മുഖ്യമന്ത്രിയായി. പക്ഷെ ഒരു വ്യവസ്ഥയുള്ളത് ആ മുഖ്യമന്ത്രി സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ പ്രാപ്തിയുള്ള ആളായിരിക്കണം. അത് ആര് എന്ന ചോദ്യത്തിന് ഇപ്പോൾ നൽകാവുന്ന ഉത്തരം നമുക്ക് വ്യക്തമല്ല. കാരണം അതാണ് ഗവർണർ പരിശോധിക്കേണ്ടത്. ആ പരിശോധന ഗവർണർ അല്പം കൂടി നീട്ടിക്കൊണ്ടു പോകുന്നത് സുപ്രീം കോടതിയിൽ വരാനിരിക്കുന്ന വിധി ഉൾപ്പെടെയുള്ള പല കാരണങ്ങളുമുണ്ട്. അതുകൊണ്ട് ഇന്നോ ഈ രാത്രിയിലോ നാളെയോ ഒരു തീരുമാനം ഗവർണർ സ്വീകരിക്കും എന്ന് കരുതാൻ നിവൃത്തിയില്ല. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ അദ്ദേഹം മാറി നിന്നതുപോലെ ഒരു നിലപാടിലേക്ക് തന്നെ പോകും. തീർച്ചയായും അങ്ങനെ നീട്ടിക്കൊണ്ടുപോകും. കാരണം ഗവർണർ ഇത്ര മണിക്കൂറിനകം അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനകം ഒരു മുഖ്യമന്ത്രിയെ നിയമിച്ചു കൊള്ളണം എന്ന വ്യവസ്ഥയില്ല. ഒപ്പം തന്നെ വിദ്യാസാഗർ റാവുവിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും കൂടി ഇതിനോടൊപ്പം ചേർത്തു. ഇന്നലെ മുംബൈയിൽ യാതൊരു ആവശ്യവുമില്ലാതെ നടത്തിയ ഒരു പ്രസ്താവനയാണ് പനീർശെൽവത്തിന് കൊടുത്ത സർട്ടിഫിക്കറ്റ്. ഗവർണർ പൊതുയോഗത്തിൽ അങ്ങനെ പറയേണ്ട കാര്യമില്ല. അത് മറ്റൊരു സംസ്ഥാനത്ത് വെച്ച് എല്ലാം ചേർത്ത് വായിക്കുമ്പോൾ ഒടുവിൽ നമ്മൾ കരുതേണ്ടത് കേന്ദ്രത്തിൽ ഗവൺമെന്റ് എന്ത് തീരുമാനിക്കുന്നുവോ അതായിരിക്കും ഗവർണർ നടപ്പാക്കുക. ആ തീരുമാനം ചെന്നൈയിൽ അല്ല നടപ്പാക്കേണ്ടത്, ഡൽഹിയിലാണ്. വളരെ നന്ദി ശ്രീ സെബാസ്റ്റ്യൻ പോൾ അവസരത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഏതായാലും രാജി പിൻവലിക്കുക എന്ന ഒരു വിഷയം സാങ്കേതികമായി നിലനിൽക്കുന്നതല്ല. ഒപ്പം തന്നെ ശശികല ഇങ്ങനെ ഒരു ലിസ്റ്റ് നൽകി എന്നതിനപ്പുറത്തേക്ക് ആ ലിസ്റ്റ് നൽകാൻ അവർക്കുള്ള ഒരു പ്രാധാന്യവും അല്ലെ, അവരൊരു MLA പോലും അല്ല, ആ ഒരു സാഹചര്യത്തിൽ അവർ നൽകിയതും ഗവർണർക്ക് മുന്നിൽ ഒരു വലിയ വിഷയമേ അല്ല. പക്ഷേ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കേണ്ടി വരും. ആ കാര്യങ്ങളിലേക്കായിരിക്കും ഇനി പോകുക. ഏതായാലും ഉടൻ തീരുമാനം ഗവർണർ എടുക്കാനുള്ള സാധ്യതയില്ല. ഇനി അടുത്ത ആഴ്ച കേസിന്റെ വിധി വരാനിരിക്കുന്ന ശശികലയുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ഇനിയും നീണ്ടുപോകും. ഗവർണറുടെ തീരുമാനം അടക്കമുള്ള കാര്യങ്ങൾ, മറ്റ് വിഷയങ്ങളെല്ലാം തന്നെ നീണ്ടുപോകാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത് എന്നാണ് ശ്രീ സെബാസ്റ്റ്യൻ പോൾ വിലയിരുത്തിയത്. നിലവിൽ നിയമപരമായ സാഹചര്യങ്ങളിൽ തന്നെയാണ് തമിഴ്നാട് രാഷ്ട്രീയം എന്നിരിക്കെ, എന്നാൽ ഗവർണർക്ക് ഗവർണറുടേതായ വിഭജന അധികാരമുണ്ട്, അതിലും തീരുമാനമെടുക്കാം. ഒപ്പം തന്നെ ഇപ്പോൾ ശശികലയ്ക്കൊപ്പമുള്ള MLA-മാർ എങ്ങനെയാകും ഇനി നിലപാടെടുക്കുക എന്നുള്ളത്, ഏറ്റവും ഒടുവിലായി പുതുതായി ഒരാൾ കൂടി DMK പനീർശെൽവത്തിന്റെ ക്യാമ്പിലേക്ക് കൂടി എത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ ഇതൊക്കെ കൂടി ചേർത്തായിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ ഉണ്ടാവുക. ജോർജറ്റ്, ഒരുപക്ഷെ കാര്യങ്ങൾ വീണ്ടും നീണ്ടുപോകുമെന്ന സൂചനകളാണ് അല്പം മുമ്പ് ശ്രീ സെബാസ്റ്റ്യൻ പോളും സംസാരിച്ചത്. കേസിന്റെ പുരോഗമനം ഒരു ഭാഗത്ത്, ഒപ്പം തന്നെ ഈ വിഷയത്തിൽ ഈ തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യം ഗവർണറിലേക്ക് എത്തിച്ചേരുമ്പോൾ അതെല്ലാം അദ്ദേഹത്തിന് പരിശോധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വൈകും എന്ന കാര്യം ഒരു സൂചന തന്നെയാണോ ഉള്ളത് തീരുമാനം? തീർച്ചയായും അങ്ങനെ തന്നെ വേണം കാര്യങ്ങൾ നിരീക്ഷിക്കാൻ സൗമ്യ. കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകൾ കൂടി അറിഞ്ഞ ശേഷം മാത്രമേ വിദ്യാസാഗർ റാവു ഒരു തീരുമാനത്തിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ. ഇപ്പോൾ പനീർശെൽവത്തിന്റെ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ അദ്ദേഹം കേട്ടുകഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ശശികലയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
9 MLA-മാരുടെ പട്ടിക ഇന്ന് ശശികല ഗവർണർക്ക് സമർപ്പിക്കും. ഇത് രണ്ടുപേരുടെയും വാദങ്ങൾ കേട്ട ശേഷം ഒരു തീരുമാനത്തിലേക്ക് എത്താനാകും വിദ്യാസാഗർ റാവു ശ്രമിക്കുക. ഇന്ന് ഏറെ നാടകീയ സംഭവങ്ങൾക്കാണ് തമിഴ്നാട് സാക്ഷ്യം വഹിച്ചത്. പനീർശെൽവവും ശശികലയും വിദ്യാസാഗർ റാവുമായുള്ള കൂടിക്കാഴ്ച തന്നെയായിരുന്നു അതിൽ ഏറ്റവും പ്രധാനമായ കാര്യം. പനീർശെൽവത്തിന്റെ കൂടിക്കാഴ്ച സമാപിച്ചിരിക്കുന്നു. സത്യം ജയിക്കും, നീതി നടപ്പാകുമെന്ന ശുഭപ്രതീക്ഷയുള്ള വാക്കുകളാണ് അദ്ദേഹം മാധ്യമങ്ങളിലൂടെ പുറം ലോകത്തെ അറിയിച്ചത്. ശശികലയുമായുള്ള കൂടിക്കാഴ്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗവർണർ എന്ത് തീരുമാനമെടുക്കുന്നു എന്നതിനെ അനുസരിച്ചായിരിക്കും വരും ദിവസങ്ങളിൽ തമിഴ്നാട് രാഷ്ട്രീയ അണ്ണാ DMK രാഷ്ട്രീയത്തിലുണ്ടാകുന്ന പുതിയ സംഭവവികാസങ്ങൾ ഉണ്ടാവുക എന്ന അത്തരത്തിലാവും കാര്യങ്ങൾ നീങ്ങുക. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ ഏറെ നിർണായകമാകും. വിദ്യാസാഗർ റാവു ഏത് തരത്തിൽ തീരുമാനങ്ങൾ എടുക്കും എന്നുള്ള കാര്യങ്ങളാണ് ഇനി അറിയാനുള്ളത്. ഒപ്പം തന്നെ ഈ രണ്ട് കൂടിക്കാഴ്ചയും സമാപിക്കുന്ന സ്ഥിതിക്ക് മറ്റ് MLA-മാരുമായി ഒരു യോഗം ചേരാനോ അവരുടെ അഭിപ്രായങ്ങൾ ആരായാനോ ഉള്ള ഒരു സാധ്യതകൾ കൂടി ഗവർണർക്ക് മുന്നിലുണ്ട്. അതിനുശേഷമേ അദ്ദേഹം മറ്റ് നടപടികളിലേക്ക് പോകാൻ സാധ്യതകൾ കാണുന്നുള്ളൂ എന്നുള്ള വിലയിരുത്തലുകൾ കൂടി അവിടുന്ന് വരുന്നുണ്ട്. ഇന്നെന്തായാലും കാവൽ മുഖ്യമന്ത്രിയായിരുന്ന പനീർശെൽവം ശശികലയ്ക്കെതിരെ ഏറെ ആഞ്ഞടിക്കുന്ന രീതി കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ഇന്നും കണ്ടു. ശശികല താമസിച്ചുകൊണ്ടിരുന്ന ജയലളിതയുടെ പോയസ് ഗാർഡൻ മ്യൂസിയമാക്കി മാറ്റാനുള്ള തീരുമാനം കാവൽ മുഖ്യമന്ത്രിയായ പനീർശെൽവത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ശശികല പുറത്താക്കിയ IAS ഉദ്യോഗസ്ഥരെ അടക്കം തിരികെ ഉദ്യോഗസ്ഥ തലങ്ങളിലേക്ക് തിരികെ എടുക്കുന്ന നിലപാടുകൾ പനീർശെൽവത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ഒപ്പം MLA-മാരെ അടക്കം ഭീഷണിപ്പെടുത്തി തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണങ്ങൾ പനീർശെൽവം ഉയർത്തുകയുണ്ടായി. ഇതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ തന്റെ നിലപാടുകൾ അറിയിക്കാൻ, തനിക്കുള്ള പിന്തുണ രേഖപ്പെടുത്താൻ ഇപ്പോൾ ശശികല വിദ്യാസാഗർ റാവുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. എന്തായാലും വിദ്യാസാഗർ റാവുവിൻ്റെ അദ്ദേഹമാണ് ഗവർണറാണ് ഇനി ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അദ്ദേഹം നിയമപരമായ കാര്യങ്ങൾ കൂടി അനുസരിച്ചുകൊണ്ടുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നതോടുകൂടി തമിഴ്നാട് രാഷ്ട്രീയത്തിലെ വരും ദിവസങ്ങളിലുള്ള മറ്റു നീക്കങ്ങൾക്ക് കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളിലേക്ക്. ഏതായാലും ഗവർണറുടെ തീരുമാനം വൈകുമെന്ന് തന്നെയാണ് സൂചനകൾ. പനീർശെൽവം ഗവർണറെ കണ്ട് രാജി പിൻവലിക്കണം എന്ന് പറഞ്ഞുവെങ്കിലും അതിനുള്ള നിയമസാധ്യത ഇല്ല എന്ന് തന്നെയാണ് ഗവർണർ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു നിഗമനം. എന്നാൽ ഈ നിലവിൽ ഉള്ള MLA-മാരുടെ തനിക്കൊപ്പമുള്ള MLA-മാരുടെ പട്ടിക ശശികല ഗവർണറെ അറിയിച്ചിട്ടുണ്ട്. ഇക്കാര്യത്തിലും നിയമപരമായ വശങ്ങളിലൂടെ കൂടി തന്റെ വിവേചനാധികാരം കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തീരുമാനമെടുക്കുകയായിരിക്കും വിദ്യാസാഗർ റാവു ചെയ്യുക. ഏതായാലും വളരെ നാടകീയമായ മുഹൂർത്തത്തിലൂടെ വളരെ ഉദ്വേഗജനകമായ മുഹൂർത്തത്തിൽ കൂടിയാണ് തമിഴ്നാട് രാഷ്ട്രീയം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കും ഗവർണർ ഇതുമായി ബന്ധപ്പെട്ട തീരുമാനമെടുക്കുക എന്ന് അറിയാൻ നാളത്തേക്ക് തീരുമാനമുണ്ടാകുമെന്ന് പറയുമെങ്കിലും തീരുമാനം വീണ്ടും വൈകാനുള്ള ഒരു സാധ്യതയാണ്. പ്രത്യേകിച്ച് ശശികലയുടെ കേസിന്റെ വിധി വരാനിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ കൂടി പരിശോധിച്ചുകൊണ്ടായിരിക്കും തീരുമാനങ്ങൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.